രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ, തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യാനും പുണ്യപ്രവർത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. സ്ഥലത്തിന്റെ നാഥനായ നിന്റെ കൃപാസനത്തിന്റെ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിന് ദൃഢമായി ശരണപ്പെട്ടു.
എളിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഇവരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ നും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികർക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ നീതിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈലികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കായ ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശ്രദ്ധരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയാർക്കീസുമാരും മേദ്രാഷ്ട്രന്മാരും മെത്രാൻപോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന നിങ്ങളുടെ കരങ്ങുമൊഴി പൊട്ടിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ പക്ഷത്തെ എന്റെ ശരീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ട് ഞങ്ങൾ അങ്ങ് കന്യാതിരികത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച പ്രത്യാശയോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശ്രദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, കൂടെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം ഇസഹാക്ക് യാക്കോബിൻ നിവർത്തം ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മളോട് കൂടെ. ഗൗമത്തിനും പരിശുദ്ധാത്മാവുമായി സുഭേശ്വരം ഇടമഹത്വമായ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സ്ഥലത്തെയും കരിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും അലഹമട് പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അതിമയന്മാരും അരൂപീഠമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപീഠമായ ക്രൂയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്കവർ ആരാധന സമർപ്പിക്കും. ഒന്നായൊച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങുമൊഴി പൊട്ടിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ വിധിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചു പോലെ എളിവരും ബലഹീനരുമാകുലരുമായി ദാസ് അവിടുത്തെ നാമത്തെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസൻ എൻ്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയുടെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ പങ്കുകാരാക്കുവാൻ നീ എന്റെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി സമുദ്ധരിക്കുകയും മൃതരാജ്ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാഞ്ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. നിന്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി നിന്റെ ശത്രുക്കളെ പരാജിതരാക്കി നിന്റെ ബലഹീനമായ പ്രകൃതി സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്താക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പൗളി മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളെയും മതകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരമല്ല പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഐശ്വര്യരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ ബാധ മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടിയും വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കപ്പെടാനും ശക്തി നിർവീര്യമാക്കപ്പെടാനും രോഗശുശ്രൂഷക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും രോഗപ്രതിരോധത്തിലുള്ള ശക്തി എല്ലാവർക്കും ലഭിക്കുന്നതിനും വേണ്ടിയും എൻ്റെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപുരം കാത്തു നിൽക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും വളരെ പ്രത്യേകമായി ഇന്ന് ഈ മല കയറി ഈ കുരിശുമുടിയിൽ വന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ഈ തീർത്ഥയാന്ത്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷിബു നെല്ലിശ്ശേരി അച്ഛന് വേണ്ടിയും അച്ഛനോടൊപ്പം ഇന്ന് ഈ ബലിയിൽ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫെമിൻ ചിറ്റപ്പള്ളി അച്ഛന് വേണ്ടിയും ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മറ്റ് കുടുംബാംഗങ്ങള് എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയും രൂപതയിലെ വൈദികര്, സമർപ്പിതരെ, ആത്മായ സഹോദരങ്ങള്, രൂപതാതിലുള്ള നാനാജാതി മതസ്ഥര് എന്നിവർക്ക് വേണ്ടിയും സഭയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ ചൈതന്യത്തിനൊത്ത വിധം നീങ്ങുവാൻ എല്ലാവർക്കും കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും എളിവനായി എനിക്ക് വേണ്ടിയും
ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പക്ഷത്തന്നെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാരിവെന്നും അങ്ങയുടെ പ്രിയവത്തനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസി എല്ലാവരും അറിയട്ടെ. ഞാൻ കർത്താവും ദൈവമായ മിശിഹാ വന്ന് ജീവിതായികമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവൻ ജീവിതായും അടയാളത്താം മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയും വിശുദ്ധിയും ജനങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനെയും ദൈവത്തിനും മരിച്ചതും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ശരിയാൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും വലിച്ചെറിയപ്പെട്ട വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നാവുമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും വിസ്മയ മനുഷ്യാപതയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഇടപക്ഷത്തെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ ഞങ്ങൾ ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായികം ദൈവികമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. സസ്യങ്ങളുടെയും സ്വന്തദേവിങ്ങളുടെയും നാഥ, ചട്ടപുരകിനാഗ്രഹൻ വാഗ്ദാനപരത്തിന്റെ കാലിയോട് അർപ്പിച്ചതും പോലെ ഞങ്ങളുടെ പ്രാർത്ഥന ധൂപം അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴുതിറ്റ് പോലെയുള്ള അന്വേഷിച്ച് കണ്ടെത്തിനാൽ ഇടയാനിക്കറിഞ്ഞുകൂടാത്തതിന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ വിശുദ്ധമായി വിലയെടുത്ത് നിൽക്കുന്ന ഈ ശുശ്രൂഷകയും അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ ദൈവജനത്തെയും ഈ കുരിശുമുടിയെയും ഇവരിവിടത്തെയും പരിവസ്തുക്കളെ നിങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു, യോഗ്യരാകുന്നു എങ്കിലും സുചരവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവന്യവതായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല, പ്രത്യുതാപാമോചനക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നവരതാ ജീവൻ നൽകിടുന്നതമഞ്ഞ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമ്പോ നിത്യം ജീവിക്കും. നേടുന്നവൻ സ്വർഗം നിശ്ചയമാ. ത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ
നമുക്കെല്ലാവർക്കും പതിയാത്രങ്ങൾ സമർപ്പിക്കാം. അനുതാപത്തോടാകുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപത്തിനെ യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കളവുകളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ചിത്രീകരിക്കാം. ശത്രുതയിലും വിദേശത്ത് നാടുന്ന മക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരണയുടെ ഉയർപ്പിനും ആത്മാരക്ഷയ്ക്കും കാരണമാകട്ടെ. നാം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. ക്ഷമിക്കണമേ. ഉന്നതതയുമായ അങ്ങേ സുഖരാജ്യത്തെ സർവീസ് തുടർന്നിച്ച് സ്തുതിക്കുവാൻ എന്റെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. താവായിരിക്കുമേ കാരുണ്യപുറം അങ്ങനെ ഞങ്ങൾക്ക് നൽകിയവനെ വിശ്വാസത്തോടു കൂടെ നിന്റെ സന്നിധിയെ കൂടും നിർമ്മലതയും പ്രസന്നവതനും നിഷ്കളങ്കരമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നേർന്നെങ്കിൽ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനെ എന്റെ പിതാവേ, ഇങ്ങനെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപീന അവന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് ആ സ്വർഗത്തെയും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ മനുഷ്യരുടെ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവനമ്രതായ ശംശയുടെ കൃപാവരും അടുത്ത കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സർവ്വത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലിച്ചാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. രണ്ടു വരിയായിട്ട് വരാതാ, ഒരു വരി അവിടെ അടുത്ത് ഒരു വരി
എന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. പരിശുദ്ധാത്മാ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുതിക്കുവാനും ആരാധിക്കുവാനും കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കുവാനും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കുലത്തിന്റെ രക്ഷയ്ക്കായി മാനവരൂപമെടുത്തവനാം കർത്താവീശോമിശിഹാതൻ നാമം പൂജിതമാകട്ടെ. രക്ഷകനീശോമിശിഹായേ, ആമോദത്തോടെതിരേൽക്കാൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ യോഗ്യതയെന്ന
നാമം നേടട്ടെ. മിശിഹാതൻ തിരുവചനത്താൽ പാവനമാം നിണഗാത്രത്താൽ പ്രേക്ഷിതരായവരാം നിങ്ങൾ ദിവ്യമഹത്വം ചൂടട്ടെ. ജീവനിടും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപടമേ സ്വസ്തി. നമുക്ക് ഭക്തിപൂർവ്വം വിശുദ്ധന്റെ നൊവേനയിൽ പങ്കുചേരാം. ഇന്നത്തെ നൊവേന ഏറ്റുകഴിക്കുന്ന കാതറിൻ അലൻ ചുറോ പാലാട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ പാതയിലൂടെ നയിക്കപ്പെടാനും ത്യാഗം സഹിച്ച് വിശ്വാസ വഴിയിലൂടെ യാത്ര ചെയ്യാനും പ്രത്യാശാപരിതമായ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ വ്യാപരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് അനുസ്തപിക്കുന്നു. അങ്ങയുടെ ദാസനായ മാർത്തോമാസ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ ശ്രീമാരുടെ കാൽപ്പാടുകൾ പിഞ്ചെന്ന് ക്രിസ്തുവിനെ സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഭാരത അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലീഹായെ അങ്ങേ മാധ്യസ്ഥം വഴി വിശ്വാസ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നീക്കിക്കളയുവാൻ ശക്തി തരണമേ. ക്രിസ്തുവിന്റെ ആഹ്വാനം സ്വീകരിച്ചവരെ വഞ്ചിയും മലയും ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കായി അനുദിന ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്ത് സഞ്ചരിച്ച ദിവ്യ ഗുരുവിനെ മരണം വരെ അനുധാവനം ചെയ്ത അങ്ങയെ പോലെ വെല്ലുവിളികളുടെയും ജീവിത പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ക്രിസ്തുവിനെ പിൻചെല്ലുവാനും സത്യത്തിന് സാക്ഷികളാകുവാനും സന്നദ്ധരാകണമേ. നമുക്കെല്ലാവർക്കും മാർത്തോമാസ്ലീഹായുടെ ശക്തിയുള്ള മാധ്യസ്ഥം വഴി കർത്താവിനയുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സുവിശേഷ പ്രഘോഷണത്തിനായി ഭാരതത്തിലെത്തിയ മാർത്തോമാസ്ലീഹായെ അങ്ങയെ പോലെ ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുവാൻ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും ഞങ്ങൾ അഭിഷിക്തരും സമർപ്പിതരും മേലധികാരികളും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലും വ്യതകളിലും ദൈവപരിപാലനം ദർശിക്കുവാനും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും ഐക്യവും സമാധാനവും നിറയുവാനും കൃപയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെ വലയുന്നവർക്ക് തൊഴിലും യുവതീവാക്കൾക്ക് അനുയോജ്യമായ ജീവിതാന്തസ്സും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമാസ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച എല്ലാ ദൈവമക്കളും എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം വഴി ദൈവാനുഭവത്തിൽ ആഴപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കലഹിച്ചും ഭിന്നിച്ചും കഴിയുന്നവർക്കും ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവർക്കും
നിരാശകൾക്ക് അടിമകളായി കഴിയുന്നവർക്കും മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എല്ലാ രോഗികൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ശാരീരികവും ആത്മീയവുമായ എല്ലാ ബലഹീനതകളിലും രോഗങ്ങളിലും വേദനകളിൽ നിന്നും വിമുക്തരാകട്ടെ. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക ശക്തിയുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകട്ടെ. കൃപാനിധിയായ ദൈവമേ, അങ്ങേ പക്കലോടി അണയുന്ന ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും നിസ്സഹായരുമായ എല്ലാവർക്കും അവർ ക്ഷമയോടെ സഹിക്കുവാനുള്ള ശക്തി നൽകുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ദഹനബലിയായി പരമപിതാവിന് കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. രോഗികളെ സൗഖ്യമാക്കിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സൗഖ്യ സ്പർശനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സരത്തിന്റെ നാഥ എന്നേക്കും. മർത്തോമാസ്ലീഹായി നമുക്ക് പിതാവായി നൽകിയ ദൈവത്തിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കാം. സുവിശേഷം പ്രസംഗിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി തനിക്ക് സ്വന്തമായിട്ടുള്ള എല്ലാം ഗലീലി കടത്തീരത്ത് ഉപേക്ഷിച്ച മർത്തോമാസ്ലീഹായെ നമുക്ക് അനുകരിക്കാം. വിശ്വാസം സംരക്ഷിക്കപ്പെടുവാനും സന്മാർഗത്തെ ചലിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ രോഗങ്ങളിലും ആകുലതകളിൽ നിന്നും നിങ്ങൾ വിമോചിതരാകട്ടെ. ആരോഗ്യമുള്ള ശരീരത്തോടും നിർമ്മലമായ ആത്മാവോടും കൂടെ സൗഭാഗ്യപരമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാർത്തോമാസ്ലിഹായുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുശേഷത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹമുള്ളവരെ, ഹൃദയം നിറയെ നന്ദി പറയട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മോടൊപ്പം ഇവിടെ വന്ന് ഈ വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് നല്ല സന്ദേശമൊക്കെ നൽകി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിനയ പിതാവിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദി അച്ഛൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സിനഡ് രൂപീകരിച്ച അല്ലെങ്കിൽ തീരുമാനമെടുത്ത പ്രകാരം പുതിയ വിശുദ്ധ കുർബാന, നവീകരിച്ച കുർബാന നമുക്ക് ഇവിടെ അഭിനയ പിതാവ് ആരംഭിച്ചു തന്നു. പിതാവിനെ നന്ദിപൂർവ്വം നമുക്ക് അനുസ്മരിക്കാം. നമ്മളിവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വചനപീഠം ഇടാനൊക്കെയുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ സിനഡ് കുർബാന വരുമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ആരാധനയിൽ വചന പ്രഘോഷണം നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുൻവശത്ത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയത്. അതിപ്പോൾ ഒരു ഉപകാരത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റി. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രൂപതയുടെ ഈ മാർത്തോമ കുരിശുമുടിയിൽ പിതാവ് ഈ കുർബാന ആരംഭിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അന്നത്തെ ദിവസം പിതാവിനെ വിളിച്ചപ്പോൾ മാർത്തോമ നമ്മുടെ അഴീക്കോട് പിതാവ് കുർബാന ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് പിന്നത്തെ വെള്ളിയാഴ്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. പിതാവിന് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് അതിനുള്ള വഴി തെളിഞ്ഞത്. ഒരു പക്ഷെ അന്ന് വരികയാണെങ്കിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ പിതാവ് വന്ന് കുർബാനയ്ക്കുകയും നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പിതാവ് തയ്യാറായതിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവ്വമാണല്ലേ വന്നിരുന്നത് സിനഡ് കുർബാന കാണുന്നത് അല്ലേ? ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഇതിനടുത്ത് ബഹളമൊക്കെ ഉണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭ്യുന്ന പിതാവിനോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് നമുക്ക് സഭയുടെ മക്കളായി ഈശോയുടെ മക്കളായി മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. അതാണ് അച്ഛന് പറയാനുള്ളത്. പിതാവ് ഇവിടെ നിൽക്കുന്നവര് കുറെ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിനകത്ത് ചാലക്കുടിക്കാരുണ്ട്, പുളിക്കരക്കാരുണ്ട്, ചായപ്പമ്പുഴിക്കാരുണ്ട്, കുമ്പിടിക്കാർ കുറെ അധികം പേരുണ്ട്. പിന്നെ നമ്മുടെ ചൗക്കയിൽ നിന്നുള്ളവരുണ്ട്, താഴൂരിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ ഈ കരകമലക്കാരുണ്ട്, പിന്നെ കുറെ സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എനിക്ക് പേരൊന്നും അറിയാം. ബോധമംഗലം വരെ ഉള്ളവരുണ്ട്, ബ്രദർമാരൊക്കെ അവിടുന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു ചേർന്ന് ഇരിയാലക്കുട ഉണ്ട്. നമ്മുടെ
വിജോ കുനുമാവിന്റെ അമ്മച്ചൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് മല കയറും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയണം. അപ്പൊ ഈ പിതാവിനെ ഇന്ന് വിളിച്ചതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും ഒരു തീർത്ഥകേന്ദ്രം ഉണ്ടെന്ന് പിതാവ് അപ്പോയിന്റ്മെന്റ് സമയത്ത് ഓർക്കണേന്ന് തോന്നുന്നു. അപ്പൊ ഇടയ്ക്ക് ഒന്ന് മറ്റു തീർത്ഥകേന്ദ്രത്തിൽ ഒരിക്കൽ ഞാൻ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ പറയണം അങ്ങനെ വന്നാൽ പോരാ, പിതാവിന്റെ വേർപ്പൊക്കെ ഈ മലമുകളിൽ വീഴണം. രൂപതയിലെ വൈദികർക്ക് വേണ്ടിയിട്ടും മറ്റു തീർത്ഥകേന്ദ്രത്തിൽ പോയാലൊന്നും ഇങ്ങനെ വേർപ്പ് വീഴില്ല, നമുക്കറിയാലോ. അപ്പൊ ഇവിടേക്ക് വന്നാലാണ് അതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് 2 മാസം കൂടുമ്പോഴെങ്കിലും പിതാവ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചായിട്ട് ചീത്ത പറയും ചിലപ്പോൾ. എന്തിനാണ് പറയുന്നത്? കാരണം പിതാവ് വരണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മടങ്ങണം. എന്തായാലും ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വചന ശുശ്രൂഷ നമ്മളിവിടെ ഇവിടെ ഞങ്ങൾ 8 മണിക്ക് ഒരു കുർബാന ചൊല്ലും. ആ കുർബാനയ്ക്ക് കുറച്ച് പേരുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവിടെ വചന ശുശ്രൂഷയും ആരാധനയും മലമുകളിൽ താഴെ നിന്ന് കയറി വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കും. താഴെ നിന്ന് ജോൺസൺ ബ്രദർ പോയ ഇവിടെ ജോൺസൺ ബ്രദറിന്റെ നേതൃത്വത്തിലാണ് ഒരു 9 കൊല്ലം മുമ്പ് വരെ വളരെ സജീവമായിരുന്നു. ഇപ്പൊ വീണ്ടും സജീവമായിട്ട് വന്ന് ബ്രദറിനെ നിന്നിട്ട് വിളിക്കുമോ? അപ്പൊ ജോൺസൺ ബ്രദറിന്റെ നേതൃത്വത്തിലാണ് താഴെ നിന്ന് 8:45 ആകുമ്പോൾ കുരിശിന്റെ വഴിയും ഓരോ സ്ഥലത്ത് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇവിടേക്ക് ദൈവജനത്തിന് കൊണ്ടുവരും. ഇവിടെ ആരാധന നടക്കുമ്പോൾ പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലൊരു ശബ്ദം അവസാനം കേൾക്കും. അത് താഴെ നിന്ന് ദൈവജനത്തെയും കൊണ്ട് അദ്ദേഹം കയറി വരുന്നതാണ്. വലിയൊരു അഭിഷേകമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ അഭിയുടെ പിതാവിനോടൊപ്പം ജോൺസൺ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വചന ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സോണി ബ്രദറിനെ ഇങ്ങോട്ട് വിളിച്ചത്. പെട്ടെന്നാണ് ഇവിടെ ഒരു കുർബാന നടത്തുന്നതിനിടയ്ക്കാണ് മനസ്സിൽ തോന്നിപ്പിച്ചത് വിളിക്കണമെന്ന്. അപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞു. എന്തായാലും വിളിച്ചപ്പോ തന്നെ അദ്ദേഹം കനകവലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അദ്ദേഹത്തെ അല്ല പേടി, നമ്മൾ ഈ കോതമംഗലത്തു നിന്നൊക്കെ അവരെ വിളിച്ചു വരുത്തും. നമുക്ക് ശുശ്രൂഷയ്ക്ക് അവർ വരുന്നതിനുള്ള പ്രതിഫലമൊക്കെ നമുക്ക് കൊടുക്കണം. അതിനുള്ളതൊന്നും ഇവിടെ ഇല്ല പിതാവെ. അതുകൊണ്ട് പിതാവിന്റെ ദയവുണ്ടായി വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷകൾ ഇവിടെ നന്നായിട്ട് നടക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണമെന്ന് പ്രത്യേകം ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അനേക സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് ഇവിടെ വചനം കേൾക്കാനും ആരാധനയിൽ പങ്കുചേരാനും വിശുദ്ധ ബലി അർപ്പിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പിതാവ് പറയാനുള്ളതാണ്. ഇന്ന് ഫ്രാൻസിസ് സേവിയറിന്റെ പെരുന്നാളല്ലേ? എത്ര പേര് സേവിയർ നാമധാരികളുണ്ട് ഇവിടെ? പിന്നെ ആരെങ്കിലും ഉണ്ടോ? അപ്പോ സേവിയർ നാമധാരികൾക്കൊക്കെ ഞാൻ പ്രത്യേക ആശംസകൾ നേരുന്നു. ഞാൻ വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഇവര് ഏതാനും പ്രദേശത്തിന് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഇവര് ഫിലോസഫി പഠനമൊക്കെ കഴിഞ്ഞ് ഇനി ഉടുപ്പിടുന്നേക്കാൾ മുമ്പുള്ള 1 വർഷത്തെ പ്രായോഗിക പരിശീലനത്തിലായിരിക്കുന്നതാണ് ബ്രദർ ആലൻ. ഇപ്പൊ പാക്സില് റീജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി കഴിഞ്ഞ് ഇനി ഉടുപ്പിട്ട് തിയോളജി പഠിക്കുന്ന കഴിഞ്ഞ് 4 വർഷം കൂടെ അതിന് മുമ്പുള്ള ഒരു കാലത്തെയാണ്. ബ്രദർ ബിനോയ് ഇപ്പോ ബാലഭവൻ, അതോടൊപ്പം തന്നെ ജോൺ പോൾ ഭവൻ സെമിനാരിയില് റീജൻസി, പിന്നെ ആന്റണി മൈനസ് സെമിനാരിയില്, അതുപോലെ തന്നെ ക്രിസ്റ്റോ ഇപ്പോ ബിഷപ്പ്. അങ്ങനെ 4 പേര്. ഇവര് 4 പേര്. ഇനി ഏതാനും പേരും കൂടി ഉണ്ട്. അവർക്ക് ഡോക്ടറിന് വരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സിസ്റ്റേഴ്സ് കൂടെയുണ്ട്. പിന്നെ ശിവച്ചൻ പറഞ്ഞ കാര്യത്തിനെല്ലാം ദൈവം വഴികൾ തുറന്നു തരും എന്നുള്ള ഒരു സംശയം വേണ്ട. നമുക്ക് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ. ഈ കനമര തീർത്ഥാടനം വളർന്നത് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ്. ധാരാളം പേര് ഇല്ലേ ഇവിടെ വരുന്നത്. ഈ കോവിഡ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പേര് കുറയുമെന്ന് കരുതി, പക്ഷെ അധികമൊന്നും കുറഞ്ഞില്ല. ഇനിയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാരൊക്കെ ധാരാളം വന്നിരുന്നു. ഈ വർഷവും ധാരാളം വരും എന്നുള്ള കാര്യം അത് സംശയം വേണ്ട. ദൈവം വഴികളൊക്കെ തുറന്നു തരും. ഈ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ഈ കനമരയൊക്കെ തുടങ്ങിയിട്ട് വളരെ ലളിതമായിട്ടാണ്. ഇന്ന് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വലിയ തീർത്ഥകേന്ദ്രമായിട്ട് ഉയർന്നിട്ടുണ്ട്.
ചിലപ്പോഴൊക്കെ ഈ നോമ്പ് കാലത്ത് മലയാറ്റൂരിനേക്കാളും കൂടുതൽ ഇവിടെ വരാറുണ്ട്. മല കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വർഷത്തിൽ ഒരിക്കൽ കയറാറുണ്ട്. പിന്നെ അച്ഛനായിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് കയറാറുണ്ടായിരുന്നു. പിന്നെ മറ്റ് സാഹചര്യങ്ങൾ മുഴുവനും എപ്പോഴും അനുകൂലമല്ലാത്തത് കൊണ്ട് കയറാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇത്തവണ കയറാൻ സാധിച്ചതിലുള്ള സന്തോഷം നേരുന്നു. ശിവച്ചൻ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ സന്തോഷം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയിട്ട്, രൂപതയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. 9 ദിവസം അല്ലേ പ്രാർത്ഥിച്ച് മലകയറി ദൈവം കാരുണ്യം കാണിച്ചു. ദൈവത്തിന് നന്ദി. നമുക്ക് കൈകളടിച്ച് പിതാവിനോടുള്ള നമുക്കിവിടെ മലമുകളിലേക്ക് ഈ വഴിവിളക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞിരുന്നു. MP ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നീല ഷർട്ടിട്ട് സഹോദരൻ ബൈജു എന്നാണ് പേര്. അദ്ദേഹമാണ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് അഭിനന്ദ പിതാവ് ഫോൺ കോളുകളിലൂടെയൊക്കെ സഹായിക്കും. MP വിളിച്ച് സഹായിക്കും. അപ്പൊ അത് വിജയപ്രദമായിട്ട് നടത്താൻ നമുക്ക് അറിയാലോ, ഫോറസ്റ്റ് ആണ്, ബുദ്ധിമുട്ടാണ്. എങ്കിലും അവരിലൊക്കെ ആത്മാവിന്റെ ഒരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ അപ്പൊ ഒരു വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട്. ഇവിടേക്ക് ഈ വിളക്ക് വയ്ക്കാനുള്ളത്, കറണ്ട് കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങി കിട്ടണം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞതിന് സോണി ബ്രദറിനും ലവിങ് ബ്രദറിനും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അതുപോലെ വിവിധ അനുഭവങ്ങൾ നമുക്ക് വളരെ ബൂസ്റ്റിംഗ് ആയിരുന്നു. നേരം വൈകി വന്നവർക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ അഭിഷേകം കിട്ടും. തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ എന്റെ പ്രവർത്തനങ്ങൾ വിളിക്കുമ്പോൾ സഹായിക്കും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ട് സാമ്പത്തികം അതൊന്നും അച്ഛൻ നോക്കണ്ട, സർക്കാർ വചനം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതിന് വഴി തെളിച്ച് നമ്മുടെ സിന്ധോനാണ് ശുശ്രൂഷയ്ക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധോനും പ്രത്യേകം നന്ദി പറയുന്നു. സോണിബറിന്റെ ഭവനത്തെയും എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരോടും ചേർന്ന് അഭിനന്ദ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കും പൂക്കളൊക്കെ വെച്ച് സഹായിച്ച മദറിനും സിസ്റ്ററിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടെ